മധ്യ കേരളത്തിൽ ഏറെ പ്രചാരമുള്ള ഒരു ദൈവമാണ് കാപ്പിരി മുത്തപ്പൻ. 17-ാം നൂറ്റാണ്ടിൽ ഡച്ചുകാരുടെ വരവോടെ കേരള തീരത്തു നിന്ന് ധൃതിയിൽ പാലായനം ചെയ്യേണ്ടി വന്ന പോർച്ചുഗീസുകാർ പിന്നീട് വീണ്ടെടുക്കാമെന്ന വിശ്വാസത്തിൽ കേരളത്തിന്റെ പലയിടങ്ങളിലായി തങ്ങളുടെ നിധികൾ കുഴിച്ചിട്ടു. അങ്ങനെ ഈ നിധി കാക്കാനും പ്രേതഭയമുണ്ടായി മറ്റാരും അത് അപഹരിക്കാതിരിക്കാനുമായി നിധിക്കൊപ്പം കിഴക്കൻ ആഫ്രിക്കയിൽ നിന്ന് കൊണ്ടുവന്നിരുന്ന തങ്ങളുടെ കാപ്പിരി അടിമകളിൽ ഓരോരുത്തരെ കുഴിച്ചിട്ടെന്നുമുള്ള വിശ്വാസത്തിൽ നിന്നാണ് കാപ്പിരി മുത്തപ്പൻ സങ്കല്പം കൊച്ചിയിൽ രൂപപ്പെട്ടത്. മാവ് ഉൾപ്പെടെയുള്ള വലിയ മരങ്ങൾക്ക് കീഴായാണ് നിധി കുഴിച്ചിട്ടതായി വിശ്വസിക്കപ്പെടുന്നത്. കൊച്ചി പ്രദേശത്ത് പലയിടങ്ങളിലുമുള്ള മുത്തപ്പൻ മാടങ്ങളിൽ കാപ്പിരി മുത്തപ്പൻ ഉപാസനാമൂർത്തിയാകുന്നു. മട്ടാഞ്ചേരി അടുത്തുള്ള മങ്ങാട്ടുമുക്കിലെ മുത്തപ്പൻ മാടം ഇത്തരത്തിലൊന്നാണ്. നിധികൾ കണ്ടുകിട്ടുന്നത് ഉൾപ്പെടെയുള്ള അസാധ്യ കാര്യങ്ങൾ സാധിച്ചു കിട്ടാൻ മുത്തപ്പൻ മാടങ്ങളിൽ വന്ന് ആൾക്കാർ പ്രാർത്ഥിക്കുന്നത് പതിവാണ്. വഴിതെറ്റിപ്പോയവരെ നേർവഴിക്ക് എത്തിക്കുന്നത് ഉൾപ്പെടെയുള്ള കാരുണ്യപ്രവർത്തികൾക്ക് പേരുകേട്ട സൗമ്യമൂർത്തിയാണ് മുത്തപ്പൻ. മുത്തപ്പന്റെ പ്രത്യക്ഷാനുഭവം കിട്ടിയതായുള്ള അവകാശവാദങ്ങൾ കൊച്ചി പ്രദേശത്ത് സാധാരണമാണ്. രാത്രികാലങ്ങളിൽ കാപ്പിരിയെപ്പോലുള്ളൊരു രൂപം ചുരുട്ട് വലിച്ചിരിക്കുന്നതായി കണ്ടുവെന്നാണ് ഒരവകാശവാദം. മതിലുകളിൽ കുത്തിയിരുന്ന് മൂളിപ്പാട്ട് പാടി കള്ളു കുടിക്കുന്ന രൂപത്തിൽ മുത്തപ്പനെ കണ്ടതായുള്ള അവകാശവാദങ്ങളും ഉണ്ടായിട്ടുണ്ട്. രോഗശാന്തിക്കും നല്ല കാലത്തിനുമായി മുത്തപ്പനെ ഉപാസിക്കുന്നവരും ധാരാളമുണ്ട്.